7 വയസ്സ് തികഞ്ഞു നിൽക്കുന്ന ബാസിസ് അക്കാഡമിയുടെ ആഘോഷ പരിപാടിയിലിരിക്കുന്ന സുധീർ സാറ്, മോൻചേട്ടൻ, ഷാജിയേട്ടൻ, പിന്നെ നമ്മുടെ എല്ലാം പരിചയക്കാരാണല്ലോ, സുചീന്ദ്രൻ ചേട്ടനും രാജൻ ചേട്ടനും, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഗുരുക്കന്മാരെ, സോമൻ ചേട്ടൻ, റാമ. നമ്മള് ഇനി ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ പേര് അവതരിപ്പിക്കുമ്പോൾ റാം ആവശ്യമുള്ളതിൽ കൂടുതൽ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. ആ പറച്ചിലിനപ്പുറത്തോട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു വലിയ റെസ്പെക്ട് ഉണ്ട്. കാരണം കൊച്ചിലേ തൊട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ വളർന്ന സാഹചര്യം അതായതുകൊണ്ടായിരിക്കാം. കാരണം എൻ്റെ വീട്ടില് മുഴുവൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവരും, എൻ്റെ അമ്മുമ്മയായാലും നിങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാം, ചേർത്തല ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പൂപ്പനായാലും മിലിറ്ററി ഡോക്ടറായിരുന്നു. ഈ അമ്മയുടെ സഹോദരങ്ങളെല്ലാം അധ്യാപകരാണ്. അച്ഛനും അധ്യാപകനായിരുന്നു. എനിക്കൊരു ചേച്ചി വൈക്കം സ്കൂളിലെ ഈ വർഷം റിട്ടയർ ചെയ്യാൻ പോകുന്ന അധ്യാപികയാണ്. അപ്പം നമ്മൾ ജീവിച്ച് ശീലിച്ചിരിക്കുന്നത് ഗുരുക്കന്മാരുടെ കൂട്ടത്തിലാണ്, അധ്യാപകരുടെ കൂടെ ജീവിച്ചു വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അധ്യാപക വൃദ്ധിയിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എത്ര വലിയ തിരക്കിൽ നിൽക്കുമ്പോഴോ, എത്ര ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സദസ്സിൽ നിൽക്കുമ്പോഴായപ്പോഴും വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരാളെ കണ്ടാൽ അത് അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ പേരമ്മമാരോടും ഒക്കെയുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം നമ്മൾ അറിയാതെ എഴുന്നേറ്റ് പോകും. കാരണം അതൊരു വല്ലാത്ത വികാരമാണ്. മറ്റുള്ളവരെ വിദ്യ അഭ്യസിപ്പിക്കുക, അവരെ കോമ്പിറ്റന്റ് ആക്കുക, അവരെ ലോകത്തിന് മുമ്പിൽ ധൈര്യസമേതം ലോകത്തെ നേരിടാൻ. കാരണം ഇവിടെ വേറൊന്നിനും, ഞാൻ വളരെ ധൈര്യത്തോടെ പറയാം, എത്ര സമ്പത്തുണ്ടായിട്ടും എത്ര ശരീരമുണ്ടായിട്ടും ഒന്നും സമൂഹത്തെ ധൈര്യത്തോടെ നമുക്ക് നേരിടാൻ പറ്റില്ല. അവിടെ കയ്യിൽ വേണ്ട സാധനം വിവരം തന്നെയാണ്, അറിവ് തന്നെയാണ്, വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പൊ അതിന് ഒരാളെ കേപ്പബിൾ ആക്കുക, സമൂഹത്തെ നേരിടാൻ ധൈര്യം കൊടുക്കുക. അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കാൻ കുറച്ച് ആൾക്കാർ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവന്റെ വായിൽ നിന്ന് വരുന്ന അക്ഷരത്തിനും ഭാഷയ്ക്കും കാമ്പുണ്ടായിരിക്കണം. അവനെ അതിനെ സജ്ജമാക്കിയെടുക്കാം, അതും ഫ്രീ ഓഫ് കോസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഇന്ന് ഏറ്റവും വലിയ ഇന്ത്യയിലെ പ്രോസ്പെക്ട്ഫുൾ ബിസിനസ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ബിസിനസ്സാണ്. വിദ്യാഭ്യാസ കച്ചവടമാണ് ഇന്ന് ഇന്ത്യയിൽ ആൾക്കാർ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ്. ആ സാധനം ഫ്രീ ഓഫ് കോസ്റ്റിൽ ആൾക്കാർക്ക് ജോലി കിട്ടത്തക്ക രീതിയിൽ അവരെ കോമ്പറ്റീറ്റീവ് എക്സാംസിന് കോമ്പറ്റന്റ് ആക്കുന്ന വിധത്തിൽ സജ്ജമാക്കി വിടുക, അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ് സത്യത്തിൽ. കാരണം ഈ മനുഷ്യർക്ക് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേക സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് സർക്കാർ ഉദ്യോഗത്തിന് ഒരുപാട് ആഗ്രഹം കൂടി നിൽക്കുന്ന കുറെ ആൾക്കാരാണ്. ഞാനും ഈ പറഞ്ഞ വിദ്യ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ MA ലിറ്ററേച്ചറുകാരനാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും ഞാനൊരു MA ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ രണ്ടാമത് MA സോഷ്യോളജി. കാരണം എനിക്ക് സാമൂഹ്യമായിട്ട് ആൾക്കാരുമായിട്ട് ഇടപെട്ട് കുറച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ വന്ന് സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്ക് കേരളത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ കേരളത്തിലെ സമൂഹം എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾ എന്താണെന്നും ഞാൻ ഇടപെടുന്ന തണ്ണീർമുക്കം മാത്രം എടുത്ത് കൂട്ടിയാൽ മതി. ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും പല മൂഡിലാണ്, പല മാനസികാവസ്ഥയിലാണ്, പല രീതികളിൽ വളരുന്ന ആൾക്കാരെ ഇവരെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അയലോക്കത്തുകാരെ ചുമ്മാ ഡെയിലി സംസാരിച്ചാൽ മാത്രം പോലെ ശാസ്ത്രീയമായിട്ട് ഇവരെ മനസ്സിലാക്കാൻ നമ്മളൊരു പഠനം കൂടെ നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞാനൊരു സമൂഹജീവി എന്നുള്ള വലിയ പരാജയമായിപ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പം സോഷ്യോളജിയിൽ ഞാനൊരു PG കൂടെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ആയി എന്നുള്ളതല്ല, പക്ഷേ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹം വെച്ചാൽ മരിക്കുന്ന സെക്കൻഡ് വരെ, എനിക്ക് ശ്വാസം പോകുന്ന നിമിഷം വരെ പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്നാണ് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുള്ളത്. കാരണം അത് എത്ര കിട്ടിയാലും നമ്മൾ വലുതാകുന്നില്ല. നമ്മളെ ഓരോ കോഴ്സ് കഴിയും തോറും, ഓരോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്യുമ്പോൾ പോലും നമുക്ക് വി ആർ ബിക്കം കോമ്പിറ്റന്റ് ടു എക്സിസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ഈ ഭൂമിയിൽ ജീവിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്കൊരു മത്സര ബുദ്ധി നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വാർഷികമെന്നോ അവരൊരു പുതിയ മേഖല കഴിഞ്ഞോണ്ട് ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇദ്ദേഹം പഠിപ്പിക്കുന്നത് PSC ടെസ്റ്റിന് കോമ്പിറ്റന്റ് ആക്കത്തക്ക വിധത്തിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ. അപ്പം കൊറോണ വരുന്നവരെ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയിരുന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ആയിട്ട് വന്നു. എനിക്ക് വളരെ ഭയങ്കരമായിട്ട് ആന്റിസിപ്പേറ്റഡ് ആയ ഒരു മേഖലയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ റെസ്പോൺസ്, പഠിക്കുന്ന കുട്ടികൾ പല ജില്ലകളിൽ നിന്നും, സാമ്പത്തികമായിട്ട് കയ്യിൽ സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും, ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് വലിയൊരു പുണ്യപ്രവർത്തിയാണ്. ഒന്ന്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. സെക്കൻഡറി ആസ്പെക്ട് അവർക്കൊരു ജീവിതം കൊടുക്കുക. ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയങ്ങൾ പഠിച്ചിട്ട് പോയി എക്സാം ചെയ്തിട്ട്
അവർക്ക് ജോലി ഗെയിൻ ചെയ്യാണ്. ഒരാൾ രക്ഷപ്പെടുമ്പോൾ 4 പേര് മിനിമം രക്ഷപ്പെടും. കാരണം ഇപ്പോഴത്തെ കുടുംബത്തിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ഒരാൾക്കൊരു ജോലി കിട്ടുമ്പോൾ, ഞാനത് ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ ഭാഷ വെച്ചിട്ടാണ് പറയുന്നത്, ഞാൻ AGSിലൊക്കെ ഉള്ള, അപ്പൊ ഞങ്ങൾ പലപ്പോഴും പറയും ഒരാൾക്കൊരു ജോലി കൊടുക്കുമ്പോൾ 4 പേരാ ജീവിക്കുന്നത്. അപ്പൊ ഇവർ ഒരു വർഷം ഒരു 1000 പേരെ കോമ്പിറ്റന്റ് ആക്കുമ്പോൾ, 1000 പേരെ ടെസ്റ്റിന് സജ്ജമാക്കുമ്പോൾ 4000 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ചാരിറ്റി. എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ 4000 പേർക്ക് 1000 പേരെ പഠിപ്പിച്ച് ഇറക്കുമ്പോൾ 4000 പേർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. ഒരുപക്ഷെ റാം അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, സോമൻ അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിനകത്തൊരു ചാരിറ്റി കൂടിയുണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ എന്താ പറയാ, കേരള സിവിൽ സർവീസ് അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, നമ്മുടെ ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി ഞാനിത് വിഭാവനം ചെയ്യുന്ന സമയത്ത് അതിന്റെ ലോസും ഒക്കെ വായിച്ച് പഠിച്ചതാണ്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കാരണം ഞാൻ സിവിൽ സർവീസിന്റെ പ്രിലിംസ് എഴുതിയിട്ടുള്ളൂ. ജീവിതത്തിൽ ടെസ്റ്റ് ജോലിക്ക് വേണ്ടി ആകപ്പാട് എഴുതിയിട്ടുണ്ടെങ്കിൽ UPSCയുടെ പ്രിലിംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം എനിക്കറിയാം ഈ നമ്മുടെ പണ്ട് കാലത്തൊക്കെ IAS കിട്ടുന്ന ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ, സിവിൽ സർവീസ് IAS എന്ന് പറയണ്ട, ആ സിവിൽ സർവീസ് കാറ്റഗറിയിലുള്ള ഏതാണ്ട് 28 ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. ആ അത്രയും ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ടെസ്റ്റ് എഴുതി പാസ്സാകാൻ വേണ്ടി ഹയറാർക്കി അനുസരിച്ച് ഏറ്റവും ആദ്യം IAS ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് IASന് പോകുന്നു, രണ്ടാമത്തെ ഒരു IPSന് പോകുന്നു, മൂന്നാമത്തെ ഒരു IFS പോകുന്നു. ബാക്കിയെല്ലാം സബ്സിഡിയറി ക്വാളിഫിക്കേഷൻസ്. മെയിൻ 3 എന്ന് പറഞ്ഞാൽ IAS, IPS ആൻഡ് IFS ആണ്. ഫോറസ്റ്റ് സർവീസ് ആണ്. ഫോറിൻ സർവീസ് ഒക്കെ, ഫിനാൻസ് സർവീസ് ഒക്കെ പിന്നീട് വരുന്ന, എഞ്ചിനീയറിംഗ് സർവീസ് IES അത് പിന്നെ വരുന്നതാണ്, IMS മെഡിക്കൽ സർവീസ് പിന്നീട് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ പുതിയ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പം ഇതിൽ സജ്ജമാക്കുന്ന ഒരു, പണ്ടൊക്കെ റാവൂസ് എന്നൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊക്കെ PG ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൽഹിയിൽ റാവൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്ന് ഞങ്ങളൊക്കെ കേട്ടിരുന്നു, ഇല്ല അലിഗേഷൻ ഉണ്ട് ഇവിടെ റാവൂസ്. ഇവിടെ BComനൊരു, ഞാൻ ആളെ പറയില്ല, അദ്ദേഹം ഇപ്പൊ IPS DGP ആകാൻ പറ്റാതെ റിട്ടയർ ചെയ്യുന്ന ഒരാളാണ്, ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം BComന് എന്തോ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് റാവൂസിൽ പോയിട്ട് സിവിൽ സർവീസിന് പഠിച്ചിട്ട് അദ്ദേഹം IPS കാരനായിട്ട് ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഭയങ്കര അതിശയം തോന്നി ഇവിടെ. കാരണം അത്രയ്ക്ക് ഈ വേറൊരു ബേസിൽ നമ്മൾ പഠിച്ചു പോകേണ്ട, കേട്ടറിവാണ് കേട്ടോ, സത്യമാണോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത് അതേസമയം എൻ്റെ ഒരു കസിൻ ഉണ്ട്, പുള്ളി ഇപ്പൊ DGP ആയിട്ട് റിട്ടയർ ചെയ്തു, ആനന്ദകൃഷ്ണൻ എന്ന് പറയും, എക്സൈസിന്റെ DGP ആയിട്ട് റിട്ടയർ ചെയ്തു. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ചുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ട് ആനന്ദന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഡിന്നറൊക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് പിരിഞ്ഞതാണ്. അപ്പൊ ഇവരെ കാണുമ്പോൾ ഈ IASകാരെ, IPSകാരെ, IFSകാരെ ഒക്കെ കാണുമ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് സുപ്പീരിയർ ആയ ഒരു സമൂഹമായിട്ടാണ് കാണുന്നത്. അവര് നമ്മളിൽ ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ആദ്യം പഠിച്ച് അമ്പലത്തിൽ പോയി കറങ്ങി അടിച്ച് നടന്നപ്പോൾ നമ്മൾ ഈ തണ്ണൂർക്ക് ബണ്ടി പോയി പാലത്തെ ഇരുന്ന സമയത്ത് അവർ കുത്തിയിരുന്ന് പഠിച്ച് അവരുടെ എന്താ പറയാ, തലയെ വല്ലാണ്ട് വർക്കൗട്ട് ചെയ്യിച്ചിട്ട് അതിന്റെ ഗെയിൻ ഉണ്ടാക്കിയെടുത്ത ആൾക്കാർ ആർക്കും എത്താൻ പറ്റുന്ന സാഹചര്യം. പക്ഷെ അവിടെയൊക്കെ മുൻകാലങ്ങളിൽ കൺസ്ട്രെയിൻ ആയിട്ട് നിന്നിട്ടുള്ളത് സാമ്പത്തികമാണ്. പോയി വലിയ സ്ഥലത്ത് പഠിക്കാൻ പറ്റാതെ വരിക. അപ്പൊ ആ സിവിൽ സർവീസിന്, UPSC നടത്തുന്ന സിവിൽ സർവീസിന് സമാനമായി, അത്രയും വരില്ല, സ്ഥാനം വെച്ചിട്ട് കുറച്ച് താഴെയാണ് കേരളത്തില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് തുടങ്ങി. കാരണം ഈക്വലന്റ് ആണ്. നമ്മളത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗസറ്റഡ് റാങ്കിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെഗ്മെന്റിലുള്ള ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, അത് കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞാൽ അവർക്ക് IPSO IASO കൺഫേർഡ് ആയിട്ട് കിട്ടും. ആ സ്റ്റാറ്റസിലോട്ട് എത്തിപ്പെടുന്ന രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലോട്ടുള്ള അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത്, അതിനും പ്രിലിംസും ഫൈനലും ഇന്റർവ്യൂവും കഴിഞ്ഞിട്ടാണ് എടുക്കുക. സെയിം ക്രൈറ്റീരിയ ആണ്, UPSCയുടെ അതേ ക്രൈറ്റീരിയ തന്നെയാണ്. ഇപ്പം ഞാൻ അറിഞ്ഞത് റാം അതിന് ആൾക്കാരെ സജ്ജമാക്കുന്നു. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ മാത്രം ഫീസ്, അങ്ങനെയാണ് സിസ്റ്റം അല്ലേ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അത് വലിയ സംഭവമല്ലേ? ഒരാളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്ക് പൈസ തന്നാ മതി എന്ന് പറഞ്ഞാല് അത് അതിൽ കൂടുതൽ പുണ്യമായിട്ട് എന്താ ചെയ്യാനുള്ളത്? അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിന്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ വീക്ഷിക്കുന്ന ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പുണ്യപ്രവൃത്തിയാണ്, അത് വലിയ മനുഷ്യത്വമാണ്. ഇതാണ് സത്യത്തിൽ വരും കാലങ്ങളിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാതെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി നിന്നിട്ട് നമ്മൾ ഇംഗ്ലാവ് വിളിച്ച് അതിനപ്പുറത്തോട്ട് സമൂഹത്തിന് ഗുണകരമാകുന്ന, ഒരാൾക്കെങ്കിലും ഒരു ജീവിതം കൊടുക്കാൻ, ഒരാൾക്കെങ്കിലും ഭക്ഷണം കഴിക്കാൻ, അവന്റെ കുടുംബത്തിനെ പട്ടിണിയിൽ നിന്ന് മാറ്റാൻ സാധിക്കുക, അവന്റെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാൻ നമ്മൾ സഹായിക്കുക. അപ്പൊ അതില് ആസ് എ പൊളിറ്റീഷ്യൻ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ആ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് വളരെ ബഹുമാനത്തോടെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ എത്തിയത്. കാരണം റാം ആവശ്യത്തിൽ കൂടുതൽ എന്നെ പുകഴ്ത്തി, സീരിയൽ സിനിമയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ വലിപ്പം കൊണ്ട് വന്നതല്ല, നിങ്ങളുടെ വലിപ്പം കണ്ടിട്ട് വന്നതാണ്. അതിൽ അങ്ങേയറ്റം സന്തോഷം അറിയിച്ചുകൊണ്ട്, ഇതിലെത്താൻ പറ്റിയതിലുള്ള എന്റെ ഭാഗ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉദ്ഘാടനം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.